രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100 വർഷത്തെ പ്രയാണം പ്രചോദനാത്മകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ RSSന്റെ സംഭാവനകളെ അഭിനന്ദിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി എത്തി. ത്യാഗത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും അച്ചടക്കത്തിന്റെയും അസാധാരണ മാതൃകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100 വർഷത്തെ പ്രയാണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രസേവനമാണ് RSSന്റെ ലക്ഷ്യം. രാജ്യമാദ്യം എന്ന നയമാണ് സംഘടനയുടെ ആപ്തവാക്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 100 वर्ष पूर्व राष्ट्रीय स्वयंसेवक संघ की स्थापना ये कोई संयोग नहीं था. ये हजारों वर्षों से चली आ रही उस परंपरा का पुनरुत्थान था. RSSന്റെ 100ാം വാർഷികാഘോഷം കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. നാണയവും സ്റ്റാമ്പും രാജ്യത്തിന് RSS നൽകിയ സംഭാവനകൾക്ക് പ്രാധാന്യം നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഭാരതമാതാവിന്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. RSSന്റെ ആപ്തവാക്യമായ രാഷ്ട്രായ സ്വാഹ ഇദം രാഷ്ട്രായ ഇദം ന മമ എന്ന് നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 100 रुपये के सिक्के पर एक और राष्ट्रीय चिन्ह है और दूसरी ओर सिंह के साथ वरद मुद्रा में भारत माता की भव्य छवि और समर्पण भाव से उसे नमन करते स्वयंसेवक दिखाई देते हैं. भारतीय मुद्रा पर भारत माता की तस्वीर संभवतः स्वतंत्र भारत के इतिहास में पहली बार ऐसा हुआ है. ശതാബ്ദി ആഘോഷ പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.